എല്ലാ ദിവസവും രാത്രി സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, ഇതെങ്ങോട്ടായി പോകുന്നത് എന്ന്. പുരാതന ഈജിപ്തുകാർക്ക് അതിനൊരു കിടിലൻ ഉത്തരമുണ്ടായിരുന്നു. പക്ഷെ അതൊരു സാധാരണ യാത്രയായിരുന്നില്ല, മറിച്ച് മരണത്തിന്റെയും അതിജീവനത്തിന്റെയും അവസാനം പുനർജന്മത്തിന്റെയും ഒരു വലിയ ഇതിഹാസമായിരുന്നു അത്. നമുക്ക് ഒരുമിച്ച് ആ രഹസ്യയാത്രയിലേക്കൊന്ന് പോയി നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല. സൂര്യന്റെ ആ രാത്രിയിലെ യാത്ര തുടങ്ങുന്നത് തന്നെ മരണത്തോടെയാണ്. ഓരോ വൈകുന്നേരവും സൂര്യദേവനായ റാ മരിക്കുകയും അപകടങ്ങൾ നിറഞ്ഞ ഒരു പാതാള ലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ ചോദ്യം പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പ്രശ്നമായിരുന്നു. കാരണം സൂര്യന്റെ തിരിച്ചുവരവ് അവരുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായിരുന്നു. അവരുടെ ഉത്തരം നമ്മളെ കൊണ്ടുപോകുന്നത് വളരെ നിഗൂഢമായൊരു ലോകത്തിലേക്കാണ്. ആ നിഗൂഢ ലോകത്തിന്റെ പേരാണ് ദുആറ്റ്. ഭൂമിക്ക് സമാന്തരമായ, എന്നാൽ നേരെ വിപരീതമായൊരു ലോകം. ഇവിടെ വെളിച്ചത്തിനു പകരം കൂറിരുട്ടാണ്, ജീവന് പകരം മരണം, പിന്നെ പ്രതീക്ഷയ്ക്ക് പകരം പേടിയും. ഈജിപ്തുകാരുടെ വിശ്വാസമനുസരിച്ച് 2 നദികളുണ്ടായിരുന്നു. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭൂമിയിലൂടെ ഒഴുകുന്ന നൈൽ നദി. പക്ഷെ മറ്റൊന്നുണ്ട്, അത് ആകാശത്തിലൂടെയും പിന്നെ പാതാളത്തിലൂടെയും ഒഴുകുന്ന ഒരു വലിയ നദിയാണ്. ഈ ആകാശനദിയിലൂടെയാണ് റായുടെ യാത്ര. ഈ യാത്രയ്ക്കു വേണ്ടി മാത്രം റായ്ക്ക് 2 വ്യത്യസ്ത ബോട്ടുകളുണ്ട്. പകൽ സമയത്ത് ആകാശത്തിങ്ങനെ പ്രൗഢിയോടെ സഞ്ചരിക്കുന്ന ബോട്ടിന്റെ പേരാണ് മാൻസെറ്റ്. എന്നാൽ രാത്രിയാകുമ്പോഴോ കഥ മാറും. ദുആറ്റിലേക്ക് കടക്കുമ്പോൾ എല്ലാ ആഡംബരവും പോയി ശരിക്കും ഒരു ശവമഞ്ചം പോലെ തോന്നിക്കുന്ന മെസെക്റ്റസ് എന്ന ബോട്ടിലാണ് യാത്ര. അപ്പോ സൂര്യാസ്തമയമായി. റായുടെ ആ പ്രതാപമെല്ലാം മാഞ്ഞു. ആളില്ലാത്ത ആ ബോട്ടില് അദ്ദേഹത്തിന്റെ നിർജീവമായ ശരീരം പാതാള ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ആ ഭയാനകമായ യാത്രയുടെ ആദ്യത്തെ മണിക്കൂർ തുടങ്ങുന്നു. പക്ഷേ ഈ പേടിപ്പെടുത്തുന്ന യാത്രയില് റാ ഒറ്റയ്ക്കല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ആ നിർജീവ ശരീരത്തിന് കാവലായി ഒരു പ്രത്യേക സംഘം തന്നെയുണ്ട്. വഴികൾ തുറക്കുന്നവൻ എന്നറിയപ്പെടുന്ന ഉബാത്തിനെ പോലെ ഓരോരുത്തർക്കും കൃത്യമായ ജോലിയുണ്ട് ഈ യാത്രയിൽ. പഴയ ഈജിപ്ഷ്യൻ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുപോലുള്ള വരികളിങ്ങനെ ആവർത്തിച്ചു വരുന്നത് കാണാം. ഓരോ മണിക്കൂറും ആ യാത്ര എത്രത്തോളം ഭയാനകവും ഭീകരവുമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണത്. ദുആറ്റിലെ ഓരോ മണിക്കൂറും ഓരോ പുതിയ പരീക്ഷണങ്ങളായിരുന്നു. റായും കൂട്ടരും ഒരുപാട് ദൈവങ്ങളെയും ഭീകരജീവികളെയും ഒക്കെ നേരിടേണ്ടി വന്നു. നമുക്കതിലെ ഏറ്റവും നിർണായകമായ ചില സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യാത്ര തുടങ്ങി 3-ാം മണിക്കൂറായി. അപ്പോഴാണ് ഊസിരസ് ദേവന്റെ രാജ്യത്തെത്തുന്നത്. ദുആറ്റിലെത്തുന്ന ഏതൊരാളെയും പോലെ അവിടെ ഒരു വലിയ വിചാരണയുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയുമോ? ഓരോ ആത്മാവിന്റെയും ഹൃദയമെടുത്ത് ഒരു ട്രാസിന്റെ തട്ടിൽ വെക്കും. മറുതട്ടിലോ സത്യത്തിന്റെ ഒരു തൂവൽ. നിങ്ങളുടെ ഹൃദയത്തിന് ആ തൂവലിനേക്കാൾ ഭാരം കുറവാണെങ്കിൽ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഒസീരിയസിന്റെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം പാപം കൊണ്ട് ഭാരമുള്ളതാണെങ്കിലോ അമ്മിദെന്ന് പേരുള്ളൊരു ഭീകരസത്വം വന്ന് ആ ഹൃദയം അങ്ങ് ഭക്ഷിക്കും. അതോടെ ആ ആത്മാവ് എന്നേക്കുമായി ഇരുട്ടിൽ അപ്രത്യക്ഷമാകും. യാത്രയുടെ 4-ാം മണിക്കൂറിൽ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണ്. അതുവരെ ഒഴുകിക്കൊണ്ടിരുന്ന നദി പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പകരം വെള്ളമില്ലാത്ത നിറയെ പാമ്പുകളുള്ള ഒരു വലിയ മരുഭൂമിയിലേക്ക് ബോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോ ഈ ഒരു ഭീകരമായ അവസ്ഥ എങ്ങനെ മറികടക്കും? ഇവിടെയാണ് ഒരു മാന്ത്രിക വിദ്യ നടക്കുന്നത്. റായുടെ ബോട്ട് അതാ സ്വയം ഒരു വലിയ സർപ്പമായി മാറുന്നു. അപ്പൊ പിന്നെ മണലിലൂടെ അനായാസം അങ്ങ് തെന്നി നീങ്ങാമല്ലോ. 7-ാം മണിക്കൂറിലാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ വെല്ലുവിളി വരുന്നത്. പ്രപഞ്ചത്തിലെ മുഴുവൻ തിന്മയുടെയും അരാജകത്വത്തിന്റെയും പ്രതീകമായ മഹാശത്രു അപ്പെപ്പ് വഴിയിൽ കാത്തുനിൽക്കുന്നു. അപ്പെപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ സർപ്പമൊന്നും അല്ല. അതിന്റെ വലിപ്പം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 450 മുഴം. ഇന്നത്തെ കണക്കിൽ പറഞ്ഞാല് ഏകദേശം ഒരു 200 മീറ്ററിലധികം നീളം. അവൻ നദിയിലെ വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചു വറ്റിച്ചിട്ട് റായുടെ ബോട്ട് തകർക്കാനാണ് നോക്കുന്നത്. പക്ഷേ റായുടെ സംഘം ഇതൊക്കെ മുൻകൂട്ടി കണ്ട് തയ്യാറായിരുന്നു. ആദ്യം തന്നെ ഐസിസ് ദേവി തന്റെ മാന്ത്രിക ശക്തിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അപ്പെപ്പിനെ ഒന്ന് തളയും. ആ ഗ്യാപ്പിൽ മറ്റു ദൈവങ്ങൾ ചാടിയിറങ്ങി അവനെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കത്തികൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കും. എല്ലാ രാത്രിയിലും ഈ പോരാട്ടം നടക്കണം. എങ്കിലേ പ്രപഞ്ചം നിലനിൽക്കൂ. അങ്ങനെ ഏറ്റവും വലിയ അപകടം കഴിഞ്ഞു. ഇനി യാത്രയുടെ അവസാന മണിക്കൂറുകളാണ്. ഇത് രൂപാന്തരത്തിന്റെയും ഒരു പുതിയ തുടക്കത്തിന്റെയുമാണ്.
10ാം മണിക്കൂറിൽ വളരെ നിർണായകമായൊരു കാര്യമാണ് സംഭവിക്കുന്നത്. റായുടെ ആ നിർജീവമായ ആത്മാവില്ലേ, അത് പുനർജന്മത്തിന്റെ ദേവനായ ഖെപ്രയുമായി ഒന്നിക്കുകയാണ്. പുനരുജ്ജീവനത്തിന്റെ പ്രക്രിയ അവിടെ തുടങ്ങുകയായി. 12ാം മണിക്കൂറിലെ യാത്ര വളരെ പ്രതീകാത്മകമാണ്. ദൈവങ്ങളുടെ ജീവൻ എന്നു പേരുള്ള ഒരു ഭീമാകാരനായ സർപ്പത്തിന്റെ ശരീരത്തിനുള്ളിലൂടെയാണ് ബോട്ട് കടന്നുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പുനർജനിക്കാൻ പോകുന്ന സൂര്യന് ഒരു ഗർഭപാത്രം പോലെയാണ് ഈ സർപ്പം. അവസാനം ആ സർപ്പത്തിന്റെ വായിലൂടെ പുറത്തേക്ക് വരുമ്പോൾ റായുടെ പഴയ ജീവനില്ലാത്ത ശരീരം ഉപേക്ഷിക്കപ്പെടുന്നു. രൂപാന്തരം പൂർത്തിയായി. റാ ഒരു പുതിയ ദേവനായി വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോ ഈ യാത്രയുടെ വിജയമെന്ന് പറയുന്നത് വെറുമൊരു കഥയല്ല, അത് പ്രപഞ്ചത്തിന്റെ താളം വീണ്ടെടുക്കലാണ്. ഓരോ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഈജിപ്തുകാർ ആഘോഷിക്കുന്നത് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമാണ്. ഈ പഴയ സ്തുതിഗീതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൂര്യന്റെ ആ തിരിച്ചുവരവ് അവർക്ക് എത്രത്തോളം ആശ്വാസവും സന്തോഷവും നൽകിയിരുന്നുവെന്ന്. അപ്പോ പുരാതന ഈജിപ്തുകാർക്ക് ഇത് വെറുമൊരു കഥയല്ലായിരുന്നു. പ്രപഞ്ചത്തിലെ തിന്മയെ എപ്പോഴും നന്മ ജയിക്കും എന്നതിന്റെ ഒരു ഉറപ്പായിരുന്നു അത്. അതിനേക്കാളും ഉപരി തങ്ങൾ മരിച്ചാലും സൂര്യദേവനെപ്പോലെ തങ്ങൾക്കും ഒരു പുനർജന്മമുണ്ടാകുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയും വാഗ്ദാനവുമായിരുന്നു ഈ യാത്ര. ഒന്ന് ആലോചിച്ചു നോക്കിയേ, എല്ലാ ദിവസവും രാത്രിയാവുമ്പോൾ നാളെ സൂര്യൻ തിരിച്ചു വരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലോ? നിങ്ങൾ എങ്ങനെയായിരിക്കും ഓരോ പ്രഭാതത്തെയും വരവേൽക്കുക? ഇത് പുരാതന ഈജിപ്തുകാർക്ക് വെറുമൊരു ചിന്തയായിരുന്നില്ല, അവരുടെ ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനമായിരുന്നു.